ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മഴതോരും മുമ്പയുടെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയെക്കുറിച്ചുള്ള എല്ലാ പ്രണയകഥയും ഈ സ്റ്റാലിൻ ബാലചന്ദ്രനോട് തുറന്നു പറയുകയാണ്. നിറ കണ്ണുകളോട് കൂടിയാണ് ബാലചന്ദ്രൻ ആ കഥയെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ പ്രണയിക്കുക മാത്രമല്ലല്ലോ, ഭാര്യയും ഭർത്താവുമായിട്ട് നിങ്ങളൊരു വീട്ടിൽ താമസിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഓഹോ, അപ്പോൾ അതും കൂടി നിങ്ങൾക്കറിയായിരുന്നു അല്ലേ? നിങ്ങൾ ശരിക്കും ആരാണ്? ഗംഗാധര മേനോൻ്റെ ബ്രദറാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിന് ഗംഗാധര മേനോന് 2 ബ്രദേഴ്സേ ഉള്ളൂ. അത് ഒന്ന് രാജീവനും പിന്നെ ശിവനും. ആ 2 പേരേ ഉള്ളൂ. ഓ യെസ്, ഞാനത് മറന്നുപോയിരുന്നു. പിന്നെ നിങ്ങൾ ആരാണ്? നിങ്ങളുടെ സുഹൃത്താണോ? ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണോ? നിങ്ങൾ 2 പേരും എങ്ങനെ പിരിഞ്ഞു? ഈ വൈജയുടെ ആങ്ങളമാര് വൈജയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ നിങ്ങളവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞ് ഞാനവിടെ ഉണ്ടായിരുന്നില്ല. ഞാനും വൈജയും പ്രണയിച്ച് ഇരുന്നേച്ചവരാണ്. വൈജ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് മാറുകയും എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്യുകയും അവിടെ വൈജയോടൊപ്പം താമസിക്കുകയും ചെയ്തു. പക്ഷേ അതിനിടയിലാണ് അമ്മയ്ക്ക് സുഖമില്ലാന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു ന്യൂസ് കിട്ടിയത്. അങ്ങനെ അമ്മയെ കാണാനായിട്ട് പോയി. അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷേ അമ്മയ്ക്ക് സീരിയസ് ആയിരുന്നു. ആ സമയത്ത് അമ്മ മരണപ്പെട്ടു. അതിനിടയിലാണ് ഇതെല്ലാം സംഭവിച്ചത്. വൈജയുടെ ആങ്ങളമാർ വിളിച്ചിറക്കിക്കൊണ്ട് പോയി. പക്ഷേ വൈജയെ നോക്കാൻ വേണ്ടി ഞാനൊരു ആയയും കൂടി നിർത്തിയതാണ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എനിക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. പിന്നീട് വൈജയെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരവും ഇല്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും വൈജയെക്കുറിച്ച് അന്വേഷിച്ചില്ല? നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് വൈജയെക്കുറിച്ച് അന്വേഷിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് മദ്യം കൂടി ഉള്ളിലാക്കിയിട്ട് പറയാണ്, ഞാൻ വൈജയെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നേ. അത് അന്നത്തോടെ തീർന്നു. പിന്നെ ഞാൻ വൈജയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്കതിൻ്റെ കാര്യമുണ്ടെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് വിട്ടു. ഞാൻ കല്യാണം കഴിച്ച് ഭാര്യയും പിള്ളേരൊക്കെ ഉള്ള ആളാണ്. അവരിപ്പോൾ എൻ്റെ കൂടെ ഇല്ല. പക്ഷെ അതേപോലെ തന്നെ ആയിരിക്കും വൈജയും. വൈജ കല്യാണം കഴിച്ച് വൈജയ്ക്ക് മക്കളുണ്ടായിരിക്കും ഇല്ലേ? ഏതോ ഒരു വിഡ്ഢി അവളെ കല്യാണം കഴിച്ചു എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ബാലചന്ദ്രന് ചങ്കത്ത് കുത്തുന്നത് പോലെയാണ് തോന്നിയത്. കാരണം ഒരു വിഡ്ഢിയാണല്ലോ ഈ കഥകളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രന് അതൊന്നും സഹിക്കാനായിട്ട് പറ്റിയില്ല. എന്താ നിങ്ങൾ എന്തിനാ വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? നിങ്ങൾക്കിനി എന്താ അറിയേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അറിയാനുണ്ട്, എനിക്ക് ഇനിയും അറിയാനുണ്ട്. ഇനി എന്താ അറിയാനുള്ളത്? അല്ല, നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാ. വൈജ കല്യാണം കഴിച്ചു, വൈജയ്ക്ക് പിള്ളേരും ഉണ്ട്. ഓഹോ, അത് ശരി. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലേ? അതെ, അതും എനിക്കറിയാം. പറ, നിങ്ങൾ ആരാണ്? ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ വൈജയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ആരായിരിക്കും? ഇനി വൈജയുടെ ഒറ്റ സുഹൃത്തു വല്ലതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ കഥ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി എൻ്റെ കഥകളല്ലേ നിങ്ങൾക്ക് കേൾക്കേണ്ടത്? അതെ, എൻ്റെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇത് എന്തിന് കൂടുതൽ പറയാനൊന്നും ഇല്ലല്ലോടോ. മനുഷ്യൻ്റെ ജീവിതമായ അങ്ങനെയാണ്. നമ്മൾക്ക് നേരത്തെ ഒരു പ്രണയ ബന്ധം ഉണ്ടാകും. ചിലപ്പോൾ അതെല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ വേറൊരു കല്യാണം കഴിക്കും. അവിടെ ഭാര്യയും കുട്ടികളായിട്ട് പിന്നീടുള്ള ജീവിതം ആസ്വദിക്കും. അതാണ് മനുഷ്യ ജീവിതം. അതിനെ ഇങ്ങനെ ഓർത്ത് നീറിക്കഴിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ശരിയാ, നിങ്ങൾക്ക് ഓർത്ത് നീറിക്കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നീറുന്നത് മുഴുവനും ഞാനല്ലേ എന്ന് പറയുമ്പോൾ ഈ സ്റ്റാലിൻ അന്തം വിട്ട് ബാലേന്ദ്രനെ നോക്കിയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു വിഡ്ഢി വൈജയെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുമെന്ന്. അതെ, ഒരു വിഡ്ഢിയാടോ ഈ ഞാൻ എന്ന് പറയാം. ഇത് കേട്ട ഉടനെ തന്നെ ഇയാൾക്കും വല്ലാത്തൊരു ഷോക്കായി പോവാണ്. അങ്ങനെ ഇയാൾ മദ്യം ഒഴിച്ച ഗ്ലാസ് നിലത്തേക്ക് വെച്ച് അങ്ങനെ മുറുക്കി അങ്ങോട്ട് പിടിക്കുകയാണ്. വൈജയുടെ ഭർത്താവിനോട് തന്നെയാണോ താൻ ഈ സത്യങ്ങൾ മുഴുവനും പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ച് വല്ലാത്തൊരു ഇറിറ്റേഷനോട് കൂടി തന്നെ നിൽക്കുകയാണ്. ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതെ, ഞാൻ തന്നെയാണ് വിഡ്ഢിയായ ഭർത്താവ്. വിഡ്ഢിയെന്ന് പറഞ്ഞൂടാ, കൂടെ ജീവിച്ച്
പമ്പരയായ വിഡ്ഢി എന്ന് പറയാ. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ആ വൈജയെ കെട്ടുന്ന ആള് വിഡ്ഢിയാണെന്ന് പറയാനുള്ള കാരണമെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു, അത് വൈജയ്ക്ക് ഒറ്റൊരാളെ സ്നേഹിക്കാനായിട്ട് പറ്റുള്ളൂ, അതെന്നെ മാത്രമാണ് എന്ന്. അപ്പോൾ അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണ്, വൈജയ്ക്ക് ഒറ്റൊരാളെ സ്നേഹിക്കാനായിട്ട് പറ്റുള്ളൂ, അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാ. അവളെന്നെ സ്നേഹിച്ചിട്ടില്ല, അവളെന്നെ എപ്പോഴും ഒഴിവാക്കി നിർത്തിയിട്ടുള്ളൂ, അവളെയാണ് ഞാൻ സ്നേഹിച്ചു പിന്നാലെ കൂടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പമ്പര വിഡ്ഢിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും മുന്നിലൊക്കെ ഞാൻ പമ്പര വിഡ്ഢിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ബാലേന്ദ്രൻ്റെ ഓരോ വാക്കുകളും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ഭയങ്കര ടെൻഷൻ തോന്നുകയാണ്. ബാലേന്ദ്രൻ്റെ കൈകളൊക്കെ വിറച്ചിട്ട് ഈ ഗ്ലാസ്സൊക്കെ അതായത് കണ്ണാടിയൊക്കെ നിലത്തേക്ക് വീഴുകയാണ്. അപ്പോൾ ഈ സ്റ്റാലിൻ പറയുന്നുണ്ട്, എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ, എനിക്കൊന്നും കേൾക്കണ്ട, പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ തട്ടി വിടുകയാണ്. പക്ഷേ ബാലേന്ദ്രൻ പോകോ? ബാലേന്ദ്രൻ ഒരു ലക്ഷ്യമുണ്ട്, അലീന എന്ന മകളെ ഇയാൾക്ക് അറിയിച്ചു കൊടുക്കണം. അതിനുവേണ്ടി തന്നെയാണല്ലോ ബാലചന്ദ്രൻ വന്നിരിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ബാലേന്ദ്രൻ്റെ അളിയനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നടക്കുക. കാരണം ചുറ്റിനും പട്ടികൾ, എങ്ങാനും പട്ടികളുടെ കടി കൊണ്ടു കഴിഞ്ഞാൽ പണി വാളുമെന്നും അറിയാം. അപ്പോൾ അവിടുത്തെ ജോലിക്കാരൻ വന്നിട്ട്, അല്ല നിങ്ങൾ ആരാണ്, നിങ്ങളെന്തിനാ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ഞാൻ ബാലേട്ടനില്ലേ, ബാലേട്ടൻ്റെ അളിയനാ, അതായത് ബാലേട്ടൻ്റെ പെങ്ങളെ കെട്ടിയത് ഞാനാണ്. അയ്യോ ആയിരുന്നോ, ഞാൻ വിചാരിച്ച ഡ്രൈവറാണെന്ന്. എന്നിട്ടാണോ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ നിൽക്കുന്നത്? അല്ല നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, അറിയില്ല, ബാലേട്ടൻ എന്നെ വിളിച്ചു, ഞാൻ വന്നു, കാര്യങ്ങൾ ചോദിച്ചില്ലേ, എനിക്കെൻ്റെ ആവശ്യമില്ല, ബാലേട്ടൻ എന്തുണ്ടെങ്കിലും എന്നോട് പറയും, ഇതെല്ലാം കഴിയുമ്പോഴേ എന്നോട് പറയുമായിരിക്കും, അതാണ് എൻ്റെ വിശ്വാസം, അതുകൊണ്ട് ബാലേട്ടനോടൊന്നും ചോദിച്ചില്ല എന്നൊക്കെ പറയാം. ഈ സമയം തന്നെ ബാലേന്ദ്രൻ അവസാനിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്റ്റാലിൻ പറയും, നിങ്ങൾ എന്തിനാണ് എൻ്റെ മുന്നിൽ വന്നത്, നിങ്ങൾ വൈജയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജീവിച്ചാൽ പോരെ അവളുടെ കൂടെ, നിങ്ങൾ എന്തിനാ എന്നെ തിരക്കി വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, കാര്യമുണ്ട്, നിങ്ങളെ തിരക്കി വരാനുള്ള കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ അന്വേഷിച്ച് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇത്രയും വർഷമായില്ലേ, അതിനുശേഷമാണ് ചില സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞപ്പോൾ ഉടനെ പോയത് ഗംഗാധരമേനോൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അയാളിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ സത്യങ്ങൾ മുഴുവനും അറിഞ്ഞതെന്നും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്തിനു വേണ്ടി വൈജയുടെ പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ആവശ്യമുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞില്ലേ വൈജയോടൊപ്പം നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്ന്, ഭാര്യയും ഭർത്താവിനെ പോലെ. അവൾ ഗർഭിണിയായ വിവരവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവൾ ഗർഭിണിയാണെന്ന് വിവരം അറിയായിരുന്നു? ആ സമയത്ത് അവളുടെ ആങ്ങളമാര് അവളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. പിന്നീട് എന്തുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെക്കുറിച്ച് ഓർത്തില്ല? വൈജ പ്രസവിച്ചോ ഇല്ലയെന്ന് നിങ്ങൾ അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ അന്വേഷിച്ചില്ല, ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ, അവർ അതിനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നാലും നിങ്ങൾ ഗർഭിണിയായ സ്ത്രീയല്ലേ, നിങ്ങളുടെ കുഞ്ഞിനെ ചുമന്നുകൊണ്ടല്ലേ വൈജ നിന്നത്, അപ്പോൾ ആ കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കിനി നിങ്ങളോട് മറുപടിയൊന്നും പറയാനായിട്ട് ഇല്ല, നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദാമുവിനെ വിളിക്കുക. ദാമു എന്ന് പറഞ്ഞാൽ വേലക്കാരൻ. ദാമുവിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും, ഇയാളെ പുറത്തിറക്കി വിട്, ഇയാളെ ചുമ്മാ കിടന്ന് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും, സാറേ ദയവ് ചെയ്ത് സാർ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞപ്പോഴേക്കും, ഇല്ല, ഇനിയിപ്പോൾ സ്റ്റാലിൻ എന്നെ കൊന്നാലും ശരി ഞാനിവിടെ നിന്ന് പോകില്ല, ചില സത്യങ്ങളെല്ലാം ഇയാളോട് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടം വരെ വന്നത്, അത് പറഞ്ഞിട്ടേ പോകുള്ളൂ, എനിക്കിനി വൈജയോടൊപ്പം ജീവിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു സത്യവും ബാലചന്ദ്രൻ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിൻ ആകെ ഞെട്ടി നിൽക്കുകയാണ്. എടോ, അത് പണ്ടത്തെ ഒരു കഥയായിരുന്നു, അതെല്ലാം അവസാനിച്ചില്ലേ, ഞാനും എൻ്റെ ഭാര്യയുടെയും മക്കളോടൊപ്പം ജീവിച്ചില്ലേ, എന്നിട്ട് സാറിൻ്റെ ഭാര്യയും മക്കളൊക്കെ എവിടെ? അവരെന്നെ വിട്ടുപോയി. എന്തുകൊണ്ട് പോയി? സാറിനും സാറിൻ്റെ ഭാര്യയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലേ? ഭാര്യ ചതി ചെയ്ത്, അതായത് ഭാര്യയോട് ചതി ചെയ്തെന്നുള്ളൊരു കാര്യം സാറിൻ്റെ മനസ്സിലുണ്ട്, അതായത് സ്റ്റാലിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഭാര്യയോട് നന്നായിട്ട് ഇടപഴകാനോ സംസാരിക്കണം, പണ്ടത്തെ ഓർമ്മകളെല്ലാം സ്റ്റാലിൻ്റെ മനസ്സിലേക്ക് തികട്ടി വരുമ്പോൾ എങ്ങനെ ഭാര്യയോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് കഴിയും അല്ലേ? പിന്നെ കുടി ആരംഭിച്ചു, അങ്ങനെയല്ലേ സംഭവിച്ചത്? അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം വൈജയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഞാൻ അറിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് സ്റ്റാലിൻ വൈജയോടൊപ്പം താമസിക്കുന്നത് എന്നും കൂടി ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിനാകെ വരച്ച് നിൽക്കുക. നിങ്ങൾക്കിനി എന്താ വേണ്ടത്? എനിക്കിനി വൈജയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ. ചെയ്യാനായിട്ട് കഴിയും, നിങ്ങൾ അറിയണം ആ സത്യം.
അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. എന്താണ് ആ സത്യം എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ വൈജയെ വിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് വൈജയുടെ വയലൊരു കുഞ്ഞുണ്ടായിരുന്നെന്ന്. ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. വൈജ പ്രസവിച്ചു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വൈജ പ്രസവിച്ചെന്ന്? അതെ, വൈജ പ്രസവിച്ചു. വൈജ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാളാകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. പക്ഷേ വൈജക്ക് ആ കുഞ്ഞിനെ കാണാനായിട്ട് ഇടയുണ്ടാക്കിയില്ല വൈജയുടെ ആങ്ങളമാര്. വൈജ പോലും അറിയാതെ ആ കുഞ്ഞിനെ ഓർഫനേജിൽ കൊണ്ട് ഉപേക്ഷിച്ചു എന്ന് പറയാം. ഇത് കേട്ടതും ഇയാളുടെ കണ്ണുകളൊക്കെ നിറയെ. ഇയാളാകെ ടെൻഷനായിട്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എന്തൊക്കെയാ പറയുന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, പറഞ്ഞു തീർന്നില്ല മിസ്റ്റർ സ്റ്റാലിൻ, ഞാൻ പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ കഥകളൊക്കെ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. പിന്നീട് ഞാൻ അറിഞ്ഞു ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് എന്ന് ഈ നമ്മുടെ ഈ ഇത് പറയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എവിടെയുണ്ട് ആ കുഞ്ഞ്? എന്നോട് എന്തിനാ അവരങ്ങനെ ആ ചതി ചെയ്തു എന്ന് ചോദിച്ചപ്പോഴേക്കും, നിങ്ങളെ കൊണ്ട് കെട്ടിക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്കേ വലിയ ഇതിനോടൊക്കെയാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കൊണ്ട് ഓർഫനേജിൽ ഉപേക്ഷിക്കുകയും അതിനുശേഷം ആ കുഞ്ഞ് പഠിച്ചു വളർന്ന് ഒരു മിടുക്കിയായ ഒരു പെൺകുട്ടിയായി. അങ്ങനെ ആ പെൺകുട്ടി അനാഥയല്ലേ, എന്ത് ചെയ്യാനാ? ജോലിയെടുത്ത് ജീവിക്കണ്ടേ? അതിനു വേണ്ടി വീട്ടു ജോലിക്കായി കയറി വന്നത് എൻ്റെ വീട്ടിലേക്കാ. പക്ഷേ അവൾ കയറി വന്നത് മനഃപൂർവ്വം തന്നെയാ. അവളുടെ അമ്മ അവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്. അങ്ങനെ ഇതെല്ലാം കേട്ട സ്റ്റാലിൻ ആകെ അന്തം വിട്ട് നിൽക്കുക. അപ്പം ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അലീനയും കൊണ്ട് സ്റ്റാലിൻ്റെ മുന്നിലേക്ക് വരുമോ? അല്ലെങ്കിൽ സ്റ്റാലിൻ തൻ്റെ മകളെ കാണാൻ വേണ്ടി ഇനി പാലയിലേക്ക് പോകുമോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.